ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുത്താന്ന്. ഞാൻ വൈകുന്നേരം വരുന്ന സമയത്ത് പൊന്നു എന്നെ എപ്പോഴും ഈ റോഡ് സൈഡിൽ വന്ന് കാത്തു നിൽക്കലുണ്ട് കേട്ടാ. ചില സമയത്ത് റോഡിലേക്ക് ഓടി വരുത്തുണ്ട്. അപ്പൊ ഞാൻ വന്നതിന്റെ സൊള്ളാന്ന് കേട്ടാ ഈ കാണുന്നത്. ഇതെല്ലാ ദിവസവും ഞാൻ കാണുന്നതാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ ബാഗ് പോലും അഴിച്ചു വെച്ചിട്ടില്ല കേട്ടാ. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കലേനു. നല്ലൊരു ഭംഗിയുള്ള ഈവനിങ് തന്നെയായിരുന്നു കേട്ടാ ഇന്ന്. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചേനു മഴ പെയ്യൂന്ന്. പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു. എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാന്ന് വിചാരിക്കുന്നു. അതെല്ലാം മുറിച്ചു കളഞ്ഞോണ്ട് തന്നെ ഇപ്പൊ നല്ല വെളിച്ചമുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായ ഒരു ചെടിയും പൂവാന്ന്. ഇതെന്ത് പൂവാന്ന് എനിക്കറിയില്ല. സൂര്യകാന്തി പോലെയാന്ന് തോന്നുന്നത്. പൊന്നൂസ് ഇപ്പോഴും ആ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓളെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതെല്ലാം നോക്കി നിക്കലാന്ന്. ടൈം ഇപ്പൊ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഏകദേശം വിളക്ക് കത്തിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും അങ്ങനെ ഇരുടൊന്നും ആയിട്ടില്ല. അപ്പൊ അമ്മയാന്ന് കേട്ടോ വേഗം പോയി വിളക്കെല്ലാം വെച്ചത്. ഞാൻ വന്നേവാടായോണ്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഒരുപാട് സമയം ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ കുറെ പറന്നു പോകുന്നത് വൈകുന്നേരം ഒരു കാഴ്ച തന്നെ എനിക്ക് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവലില്ല. അന്നേരം ഒരു 3-4 പറന്നു പോയാലായി. അത്രേ ഇപ്പം കാണുന്നുള്ളൂ. അങ്ങനെ വിളക്കെല്ലാം എടുത്ത് വെച്ചിട്ട് അമ്മ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചായക്ക് വേണ്ടി ഉപ്മാവാന്ന് കേട്ടാ. ഗോതമ്പ് റവേന്റെ ഉപ്മാവാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നല്ല ടേസ്റ്റിൽ ഇതാക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. സത്യം പറഞ്ഞ അമ്മ എന്റെ ഒരു ഡയറിയാന്ന് കേട്ടാ. ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അമ്മേനോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. വൈകുന്നേരം വന്നാൽ പിന്നെ അമ്മക്ക് ഒരു സ്വസ്ഥതയും ഞാൻ കൊടുക്കൂല. എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടാവും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിടുവട്ട അമ്മേന. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനോട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതാ ഞാൻ വെളിച്ചെണ്ണയൊന്നും തേച്ചിട്ടില്ല. രാവിലെ തന്നെ ഷാമ്പു ഇട്ടിട്ടാണ് പോയത്. അതാണ് എന്റെ മുടി ഇങ്ങനെ. ഞാനിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ. അതൊരിക്കൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തി തരാം. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അത് അത്യാവശ്യം മുടി കൊഴിച്ചലെല്ലാം ഇപ്പൊ നിന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ. ഒരു ചെറിയ ചന്ദനവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.